സുധിയുടെ മരണത്തെ ഉപയോഗിക്കുന്നതിന്റെ ഫസ്റ്റ് തെളിവ് പറയാം. ബിഗ് ബോസിനകത്തോട്ട് കയറി ചെന്നപ്പോ എന്തോ പറഞ്ഞത് നിങ്ങൾ കണ്ടു കാണുമല്ലോ. സുധിയേട്ടാ ഞാൻ വന്നു. കഴിഞ്ഞ ദിവസം ഒരു ക്ലിപ്പിംഗ് എന്നെ കൊണ്ട് കാണിച്ചു. സുധിയേട്ടാ കൽപ്പന ചേച്ചിയെ കാണുന്നുണ്ടോ? ഏത് കൽപ്പന ചേച്ചിയാണെന്നും എന്നോട് ചോദിക്കല്. എനിക്ക് ഇതൊന്നും അറിയത്തില്ല. അതിനകത്ത് ആ സ്ത്രീ വിളിച്ചു പോയി തന്നെ ഒരാൾ കൊണ്ട് കാണിച്ച. സുധിയേട്ടാ കൽപ്പന ചേച്ചിയെ കണ്ടോ? സുധിയുടെ മരണം ഇത്രയധികം അനുഗ്രഹിച്ച ഒരു കുടുംബം ഉണ്ടെങ്കിൽ അത് രേണു സുധിയുടെ കുടുംബമുള്ള. അത് സിൻസിയർ അല്ലേ ആ കാര്യം? സുധി ജീവിച്ചിരുന്നപ്പോൾ ലഭിക്കാത്ത എല്ലാ സൗഭാഗ്യങ്ങളും രേണു സുധിക്ക് ലഭിച്ചു. നിങ്ങൾ വിദേശത്തുനിന്ന് പണം അയക്കാൻ തുടങ്ങുന്നവരൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ ഓണത്തിന് പുള്ളിക്കാരത്തി ബിഗ് ബോസിൽ ഇരുന്നുകൊണ്ട് ഒരു ചോദ്യം ചോദിച്ചു. എന്താ ചോദിച്ചെന്നറിയോ? ഞാനൊരു സദ്യ ഉണ്ണുന്നുണ്ടോ, ഒരു പായസം കുടിക്കുന്നുണ്ടോ, എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു ഉടുപ്പിടുന്നുണ്ടോ, ആരെങ്കിലും തിരക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പം വിദേശത്തുള്ള എന്നെ പോലുള്ള പൊട്ടം മലയാളികൾ ഞാനും കൊടുത്തില്ലേ? ഞാനും അന്ന് ഇതൊക്കെ കണ്ടപ്പോഴല്ലയോ കൊടുത്തു പോയത്. ഈ പറച്ചിൽ ഇങ്ങനെ റേഷൻ കടയിൽ നിന്ന് അരി കിട്ടുന്നുണ്ട്, മുളക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഞാനും കൊടുത്തത്. ലേറ്റസ്റ്റ് ആയിട്ട് ബിഷപ്പ് കൊടുത്ത ഇൻ്റർവ്യൂയുടെ കുറച്ച് ക്ലിപ്സാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത്. രേണുവിനോട് ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ദേഷ്യപ്പെട്ടും തനിക്ക് അനുഭവപ്പെട്ട ബുദ്ധിമുട്ടുകളും അത് മെയിനായിട്ട് രേണു കാരണമാണ്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറേയധികം പേര് തന്നെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, തന്നെ ഒരിടത്ത് വെച്ച് കണ്ട സമയത്ത് തന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു ബിഷപ്പ് പറയുന്നുണ്ടായിരുന്നു. ഇതിന് താഴെ കുറേയധികം പേര് വന്നിട്ട് ബിഷപ്പിനെ സപ്പോർട്ട് ചെയ്ത് നെഗറ്റീവായിട്ടൊക്കെ കമൻസ് ഇടുന്നുണ്ടായിരുന്നു. ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, ഞാൻ രേണുവിനെ കൊണ്ട് കുറേയധികം ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ വന്ന് സംസാരിക്കുന്നതെന്ന് ഇദ്ദേഹം തന്നെ പറയുന്നുണ്ട്. രേണു കാരണമാണ് തനിക്ക് ഇത്രയും ബുദ്ധിമുട്ട് വന്നത്, ഇതിനു മുമ്പൊന്നും ഇങ്ങനെ വന്നിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഫുൾ എനിക്കെതിരെ തിരിഞ്ഞേക്കുവാണ്. ഞാൻ ചെയ്ത ഒരു തെറ്റാ ഒരു സ്ഥലം കൊടുത്തു എന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ്, അതിൻ്റെ പേരിലാണ് ഇത്രമാത്രം എന്നെ ക്രൂശിക്കുന്നത്. ഞാൻ ഇത് ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല. നിങ്ങൾ ഇഷ്ടമുള്ള ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കുവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട് ഈ ഒരു ഇൻ്റർവ്യൂക്കകത്ത്. അതുപോലെ തന്നെ രേണു പറയുന്നതെല്ലാം പച്ചക്കള്ളമാണ്, നിങ്ങൾക്ക് അതിൻ്റെ വോയിസും ക്ലിപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ തനിക്കെതിരെ മനഃപൂർവ്വം സോഷ്യൽ മീഡിയയിൽ ഹേറ്റ് ഉണ്ടാക്കുവാണ്, അതിന് രേണുവിൻ്റെ സഹോദരി കൂട്ടു നിൽക്കുവാണ് എന്നുള്ളൊരു കാര്യം ഈ ഒരു ബിഷപ്പ് പറയുന്നുണ്ട്. ആ ഒരു വീടും സ്ഥലവും കൊടുത്തതാണ് ഞാൻ ചെയ്ത തെറ്റും. ഇനി ആരെങ്കിലും ഇതേ കണക്ക് സ്ഥലമൊക്കെ ആവശ്യപ്പെട്ട് വന്നു കഴിഞ്ഞാൽ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാനൊന്ന് ആലോചിക്കും ഇനി കൊടുക്കാൻ വേണ്ടി. കാരണം ഇപ്പം എനിക്കുണ്ടായ അനുഭവം ഭയങ്കര മോശമാണ് എന്നും ബിഷപ്പ് പറയുന്നുണ്ട്.